ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ബഹുമാനരായ ഗുരുജനങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഗുരുദേവൻ്റെ ഉത്തമ ഭക്തനും ഉത്തര കേരളത്തിലെ തീയ നേതാക്കന്മാരിൽ അഗ്രഗണ്യനുമായിരുന്ന കൊറ്റ്യത്ത് രാമുണ്ണി വക്കീൽ ഇന്ന് ഈ തീർത്ഥയാത്രയിൽ, ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ കൊറ്റ്യത്ത് രാമുണ്ണി വക്കീലിനെ കുറിച്ച് രണ്ട് വാക്ക്. ഏതാണ്ട് ഗുരുവിനോടൊപ്പം ജനിക്കുകയും മഹാസമാധിക്ക് 6 വർഷം മുമ്പ് അശരീരനാകുകയും ചെയ്ത മഹാത്മാവാണ് കൊറ്റ്യത്ത് രാമുണ്ണി വക്കീൽ. അദ്ദേഹത്തിൻ്റെ മഹത്തായ ജീവിതം സമുദായ സ്നേഹികൾക്കും ഗുരുദേവ ഭക്തന്മാർക്കും എക്കാലത്തും അനുകരണയോഗ്യമാണ്. ഗുരുദേവ ആദർശ പ്രചോദിതനായി ഉത്തര കേരളത്തിലെ സമുദായ പരിഷ്കരണ പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും വടക്കരെന്നോ തെക്കരെന്നോ തീയരെന്നോ ഈഴവരെന്നോ ഉള്ള യാതൊരു ഭേദവും കൂടാതെ സമുദായോദ്ധാരണ പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതനായി സ്വസമുദായത്തിൻ്റെ മുഴുവൻ സ്നേഹ ബഹുമാനങ്ങൾക്കും പാത്രീഭൂവനായി തീർന്ന നേതാവായിരുന്നു. SNDP യോഗ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ ആയുസ്സും വപുസ്സും ഒഴിഞ്ഞുവെച്ച സമുദായ സ്നേഹിയായിരുന്നു അദ്ദേഹം. സ്വന്തം സമുദായത്തിൻ്റെ പേര് കേട്ടാൽ കണ്ണിൽ വെള്ളം നിറയുന്ന നേതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഗുരുവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതനായിരുന്ന രാമുണ്ണി വക്കീൽ ഗുരുദേവ ആദർശ പ്രചാരണത്തിന് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. SNDP യോഗം മാനേജിംഗ് കമ്മിറ്റി അംഗം, തലശ്ശേരി ജ്ഞാനോദയ യോഗത്തിൻ്റെ പ്രസിഡന്റ്, കറയറ്റ സമുദായ സ്നേഹി, പേരുകേട്ട വക്കീൽ, തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ, സ്കൂൾ അധ്യാപകൻ, മുനിസിപ്പൽ കോർട്ട് ക്ലർക്ക് എന്നിങ്ങനെ വർണ്ണശബളമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും ബന്ധുബലം കൊണ്ടും അനുഗ്രഹീതമായ തലശ്ശേരിയിലെ കൊറ്റ്യത്ത് തറവാട്ടിൽ ആണ് രാമുണ്ണിയുടെ ജനനം. 1856 അദ്ദേഹം ജനിച്ചത്. വിദ്യാഭ്യാസം കണ്ണൂരിലായിരുന്നു. മെട്രിക്കുലേഷൻ പരീക്ഷ കഴിഞ്ഞ് മുനിസിപ്പൽ കോർട്ട് ക്ലർക്കായി ബ്രിട്ടീഷ് സിവിൽ സർവീസിൽ പ്രവേശിച്ചു. 20-ാമത്തെ വയസ്സിൽ 2ാം ഗ്രേഡ് വക്കീലായി ജോലിക്ക് ജോയിൻ ചെയ്തു. 24-ാമത്തെ വയസ്സിൽ 1ാം ഗ്രേഡ് വക്കീലുമായി. നീതിനിഷ്ഠനും സത്യസന്ധനുമായ അഭിഭാഷക എന്ന നിലയിൽ കേരളം മുഴുവൻ പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തിരുവിതാംകൂർ പ്രദേശത്ത് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന SNDP യോഗത്തിന് മലബാർ പ്രദേശത്ത് പ്രചരണം നൽകിയത് രാമുണ്ണി വക്കീലാണ്. 1906 ഡിസംബർ 28, 29, 30 തീയതികളിൽ ആലപ്പുഴ വെച്ച് നടന്ന യോഗത്തിൻ്റെ 3ാമത് വാർഷിക മഹായോഗത്തിൽ അധ്യക്ഷം വഹിച്ചതും രാമുണ്ണി വക്കീലായിരുന്നു. SNDP യോഗത്തിൻ്റെ 4ാമത് വാർഷിക മഹാമഹം മലബാറിൽ നടത്തണം എന്ന അഭിപ്രായം ഉന്നയിച്ചതും രാമുണ്ണി വക്കീൽ തന്നെ. കണ്ണൂരിലെ വാർഷിക പൊതുയോഗം SNDP യോഗം മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് 17 പേരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. വടക്കേ മലയാളത്തിൽ നിന്ന് 2 പേരാണ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തത്. അവരിൽ ഒരാൾ രാമുണ്ണി വക്കീലും മറ്റേയാൾ ചെറുവാരി ഗോവിന്ദൻ ശിരസ്തുതാരുമാണ്. 1914 ആലുവയിൽ വെച്ച് നടന്ന SNDP യോഗത്തിൻ്റെ 11ാമത് വാർഷിക മഹായോഗത്തിലും കൊറ്റ്യത്ത് രാമുണ്ണിയുടെ ശ്രദ്ധേയമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. സമുദായ സ്നേഹിയായിരുന്ന രാമുണ്ണി വക്കീൽ സമുദായത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി ചെയ്ത തീവ്രമായ പരിശ്രമങ്ങൾ അവിസ്മരണീയങ്ങളാണ്. ബ്രഹ്മസമാജത്തിൻ്റെ പേരിൽ തീയരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഭിന്നിപ്പ് അവസാനിപ്പിക്കുവാൻ സ്വാമി തൃപ്പാദങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന അനുരഞ്ജന സമ്മേളനം വിളിച്ചുകൂട്ടിയതും രാമുണ്ണി വക്കീലാണ്. ബ്രഹ്മസമാജത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ ആയിരുന്നു ഭിന്നത. ബ്രഹ്മസമാജ പക്ഷപാതികളുടെ നേതാവ് കോറയത്ത് കണ്ണൻ വക്കീലും മറ്റു പക്ഷക്കാരുടെ നേതാവ് രാമുണ്ണി വക്കീലുമായിരുന്നു. വക്കീൽ സ്വാമിയെ ചെന്ന് കണ്ട് സാമുദായികമായ ഈ ഭിന്നിപ്പ് അവസാനിപ്പിച്ചു തരണമെന്ന് അറിയിച്ച് അങ്ങനെ 1906 മാർച്ച് മാസം 22 വരുതൂർ കാണി കുഞ്ഞിക്കണ്ണൻ്റെ വീട്ടിൽ വളപ്പിൽ സ്വാമി തൃപ്പാദങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു അനുരഞ്ജന സമ്മേളനം തന്നെ നടന്നു.
തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയായ ജ്ഞാനോദയ യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി രാമുണ്ണി വക്കീൽ ചെയ്ത സേവനം വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. 1907 ജൂൺ 9 മുതൽ മരണപര്യന്തം വരെ 14 വർഷം പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് സ്വാമി തൃപ്പാദങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. ക്ഷേത്ര സ്ഥാപനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മുഹൂർത്തക്കല്ല് വയ്ക്കാൻ സ്വാമിയുടെ നിയോഗമുണ്ടായത് ഭക്തനായ രാമുണ്ണി വക്കീലിനാണ്. രാമുണ്ണി വക്കീലിൻ്റെ സമുദായ സ്നേഹത്തിന് മറ്റൊരു ദൃഷ്ടാന്തമാണ് വടക്കേ മലബാറിലെ തീയരുടെ അവശതകൾ പരിഹരിക്കാൻ വേണ്ടി മദിരാശി ഗവൺമെൻറ് പെറ്റ്ലൻഡ് പ്രഭുവിനെ സന്ദർശിച്ച് നടത്തിയ നിവേദനം. 1917 ഒക്ടോബർ 18 നിവേദനം സമർപ്പിക്കപ്പെട്ടത്. നിവേദന സംഘത്തിൻ്റെ തലവൻ രാമുണ്ണി വക്കീലായിരുന്നു. സംഘത്തിൽ മിതവാദി പത്രാധിപർ സി കൃഷ്ണൻ, കല്ലിങ്ങൽ മഠത്തിൽ രാജച്ചൻ മൂപ്പൻ എന്നീ പ്രമുഖരുണ്ടായിരുന്നു. സ്വാമി തൃപ്പാദങ്ങളുടെ മദ്യവർജന പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് രാമുണ്ണി വക്കീൽ നടത്തിയ മദ്യവിരുദ്ധ പ്രസംഗങ്ങൾ ഷാപ്പ് ലേലത്തെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. കള്ള് ഷാപ്പ് ലേലം ബഹിഷ്കരിക്കണമെന്ന് അബ്കാരി കോൺട്രാക്ടർമാരോടും ചെത്തു തൊഴിലാളികളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. തൽഫലമായി ഷാപ്പ് ലേലം ഭീമമായ നഷ്ടത്തിൽ കലാശിച്ചു. മദ്യവിരുദ്ധ പ്രസംഗങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് മലബാറിലെ കളക്ടറും തലശ്ശേരിയിലെ സബ് കളക്ടറും രാമുണ്ണിയെ ഉപദേശിച്ചെങ്കിലും ആദർശധീരനായ ആ മഹത് വ്യക്തി അതിൽ നിന്നും പിന്മാറിയില്ല. 1878 തലശ്ശേരി മുനിസിപ്പാലിറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യത്തെ കൗൺസിലർ എന്ന ബഹുമതിക്കും രാമുണ്ണി വക്കീൽ അർഹനായി. AD 1891 മുതൽ 3 വർഷക്കാലം തലശ്ശേരിയിൽ മുനിസിപ്പൽ ചെയർമാൻ എന്ന ബഹുമാന്യ സ്ഥാനം വഹിക്കാനും ഗുരുകൃപയാൽ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. രാമുണ്ണി വക്കീലിൻ്റെ അനുപമമായ ഗുരുഭക്തിയുടെ പ്രത്യക്ഷ നിദർശനങ്ങളാണ് തലശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ശ്രീനാരായണ മഠങ്ങൾ. 140ഓളം ശ്രീനാരായണ മഠങ്ങൾ തലശ്ശേരിയിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ശ്രീ രാമുണ്ണി വക്കീലായിരുന്നു. ആണ്ടുതോറും ജഗന്നാഥ ക്ഷേത്രത്തിൽ നടന്നിരുന്ന ഇളനീരാട്ടം എന്ന ക്ഷേത്രാചാരത്തിൽ പങ്കെടുക്കേണ്ടിരുന്ന ഭക്തജനങ്ങളെ വ്രതശുദ്ധിയുള്ളവരാക്കി സംഘടിപ്പിക്കുവാൻ വേണ്ടി ആരംഭിച്ച ഈ മഠങ്ങൾ ഗുരുദേവ ഭക്തന്മാരുടെ ആരാധനാ കേന്ദ്രങ്ങളായി ഇന്നും പ്രശോഭിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. 1922 ജൂൺ 5 രാമുണ്ണി വക്കീൽ നമ്മെ വിട്ടുപിരിഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.